ചൊവ്വാഴ്ച രാവിലെയോടെയാണ് പ്രദേശത്ത് വെള്ളക്കെട്ട് അനുഭവപ്പെടാൻ തുടങ്ങിയത്. ഉച്ചയോടെ വാഴാനി ഡാം ഷട്ടറുകൾ 110 സെന്റിമീറ്ററോളം ഷട്ടറുകൾ ഉയർത്തിയപ്പോൾ പുലിയത്തൂർ, കുറുവണ്ണൂർ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. തണ്ടിലം, പാഴിയോട്ട്, മുറി റോഡ് ഇവിടങ്ങളിൽ പുഴയിലെന്ന പോലെ കുലം കുത്തിയൊഴുകി. പുലിയന്നൂർ സെന്ററിലെ കച്ചവട സ്ഥാപനങ്ങൾക്കൊപ്പം CSB ബാങ്ക്, വെള്ളാറ്റഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്ക്, റേഷൻ കട എന്നിവിടങ്ങളിലും വെള്ളം കയറി കനത്ത നാശനഷ്ടമുണ്ടാക്കി. 3 വശം പുഴയും 1 വശം പുഴയെ ബന്ധിക്കുന്ന തോടും ഉള്ള കുറുവണ്ണൂർ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. 10ഓളം കുടുംബങ്ങളെ പലയിടങ്ങളിലായി മാറ്റിപ്പാർപ്പിച്ചു. കനത്ത ദുരവസ്ഥയിലായ ഒരു കുടുംബത്തെ അംഗൻവാടിയിലേക്ക് മാറ്റി. മതിലുകൾ ഇടിഞ്ഞും മറ്റും നാശനഷ്ടങ്ങളുണ്ടായി. 2ാം ദിനത്തിൽ പലയിടങ്ങളിൽ നിന്നായി വഴിതിരിച്ചുവിടുന്ന വാഹനങ്ങൾ പുലിയന്നൂർ സെന്ററിലെ വെള്ളക്കെട്ടിൽ കുടുങ്ങിക്കിടന്നു. വെള്ളക്കെട്ടിൽ കുടുങ്ങി ഇരുചക്ര വാഹനങ്ങൾ മിക്കതും കേടായി. സഹകരണ ബാങ്ക് ജീവനക്കാർ ബാങ്കിനുള്ളിൽ കയറിയ വെള്ളം പുറത്തേക്ക് കോരിയൊഴിച്ചും നീക്കാനാവാതെ പടിക്കെട്ടുകൾ പൊട്ടിച്ച് വെള്ളം പുറത്തേക്കൊഴുക്കി. വെള്ളക്കെട്ടിൽ കുടുങ്ങിയ ട്രക്ക് വാഹനങ്ങളെ തള്ളി മാറ്റാനും മറ്റും നാട്ടുകാരും കൈമെയ് മറന്ന് സഹായിച്ചു. മഹാപ്രളയമുണ്ടായ 2018-നേക്കാളും വെള്ളം ഉയർന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. സ്ഥിതിഗതികൾ പഠിച്ച് വിലയിരുത്തി നടപടികൾ സ്വീകരിച്ച് വെള്ളക്കെട്ടിൽ നിന്നും രക്ഷിക്കാൻ സ്ഥിരം സംവിധാനം കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ ആവശ്യം.